നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി അത്താണിക്കൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസ്. അപകടമുണ്ടായത് ബൈക്കിൽ നിന്ന് തീപ്പൊരി പെട്രോൾ കുപ്പിയിലേക്ക് വീണ് തീ പടർന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച. സംഗീതോത്സവത്തിന് ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ സമാപനമാകും. ഗജരാജൻ കേശവൻ അനുസ്മരണവും ഞായറാഴ്ച നടക്കും. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയെല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. വടക്കേക്കാട് സ്വദേശികളായ റംസുദ്ദീൻ, നബീൽ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗബ്രഹ്മം ബഹുമതി ലഭിച്ചതിന്റെ സ്മരണയ്ക്കായാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരിയമ്മിൻ തമ്പിയുടെ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. 15 ദിവസങ്ങളിലായി തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000ഓളം പേരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺ വേ ഏർപ്പെടുത്തി. ഇന്നർ റിംഗ് റോഡിൽ വലതുവശത്തേക്കും ഔട്ടർ റിംഗ് റോഡിൽ ഇടതുവശത്തേക്കും മാത്രം വാഹനങ്ങൾ പോകണം. വൺ വേ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂരിലെത്തുന്ന വാഹനയാത്രികർ പോലീസിന്റെ ട്രാഫിക് ക്രമീകരണങ്ങളുമായി സഹകരിക്കേണ്ടതാണെന്നും ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് ഞായറാഴ്ച ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമം അർപ്പിക്കും. ആനക്കഥകളിൽ ഭക്തിയുടെ പരിവേഷമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ചെരിഞ്ഞത്. കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് 1977 ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കേശവന്റെ ഓർമ്മ പുതുക്കാനായി ഏകാദശിയുടെ തലേന്ന് ദേവസ്വം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ 7 തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ഗജഘോഷയാത്ര ആരംഭിക്കും. കൊമ്പൻ ബൽറാം, ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ 10 ആനകൾ പങ്കെടുക്കും. മേൽപ്പാലം വഴി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രവും ക്ഷേത്രക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലുള്ള കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. കേശവന്റെ ആരാധകർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനത്താവളത്തിൽ ആനയൂട്ടും ഉണ്ടാകും. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മുഹമ്മദ് ഫാരിസ് ജോലി ചെയ്യുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചായിരുന്നു അപകടം. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി ഉണ്ടാവുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയും പെട്ടെന്ന് തീഗോളമായി മാറി ഫാരിസിന്റെ ദേഹത്തേക്ക് പടരുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുഹമ്മദ് ഫാരിസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ പട്ടാപകൽ മോഷണം. തൈക്കാട് പള്ളി റോഡിൽ പണിക്ക വീട്ടിൽ ജവഹറിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. വീടിന് പുറത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ജൈവവള നിർമ്മാണത്തിനുള്ള യന്ത്രഭാഗങ്ങളാണ് നഷ്ടപ്പെട്ടത്. മോഷണ വസ്തുക്കൾ സഞ്ചിയിലാക്കി കടത്തുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കിഴൂർ കാർത്തിക മഹോത്സവം ഡിസംബർ 4 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളോടെയാണ് കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നത്.
37 പൂരാഘോഷ കമ്മിറ്റികളിൽ നിന്നായി 35 ഗജവീരന്മാർ ഉത്സവത്തിൽ അണിനിരക്കും. 5 തെയ്യം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വരവും ഉണ്ടാകും. ഉത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 3, 4 തീയതികളിൽ കാർത്തിക ഫെസ്റ്റ് സംഘടിപ്പിക്കും. വിവിധ ദിവസങ്ങളിൽ ഗാനമേള, നാടകം എന്നിവയുണ്ടായിരിക്കും. പൂരം 7 കിലോമീറ്റർ ചുറ്റളവിൽ 5 ദിവസം 1.5 കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് MD ബിനേഷ്, സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ PB അബീഷ്, ഭാരവാഹികളായ KV ആനന്ദൻ, വിമൽ, കുട്ടൻ, രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. രാവിലെ പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട്, വെള്ളത്തേരി, കടങ്ങോട്, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. വാർഡ്, ബ്ലോക്ക് സ്ഥാനാർത്ഥികളും അതാത് പ്രദേശങ്ങളിൽ പങ്കാളികളായി. LDF നേതാക്കളായ OK ശശി, PS പ്രസാദ്, K ശങ്കരനാരായണൻ, ലാഷ്, PE ബാബു, KR രൂപേഷ്, UV ഗിരീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. തിപ്പല്ലൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി എരുമപ്പെട്ടി തെക്കുമുറിയിൽ സമാപിച്ചു. പഞ്ചായത്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കാളികളായി. LDF നേതാക്കളായ S ബസന്തലാൽ, KM അഷ്റഫ്, PC അബാൽമണി, K ശങ്കരനാരായണൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, OK ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുന്നത്. കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാരി തോട് വഴി കൃഷിയിടത്തിലേക്ക് എത്തും എന്ന് പറയുന്നു. മേഖലയിൽ CCTV ക്യാമറകൾ ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാണ്. സംസ്ഥാന പാതയിൽ കടവല്ലൂർ റോഡരികിലെ പാടശേഖരത്തിലായിരുന്നു വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. ഇവിടെ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കടവല്ലൂരിലെ പോലെ ഇവിടെയും ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യവിരുദ്ധരെ പിടികൂടണമെന്നും പഞ്ചായത്ത് സ്ഥാപിച്ച നിറഞ്ഞു കവിഞ്ഞ വേസ്റ്റ് ബിൻ സമയാസമയങ്ങളിൽ വൃത്തിയാക്കണമെന്നും BJP കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പു ആവശ്യപ്പെട്ടു. വ്യാപകമായി നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ അക്കിക്കാവ് ഈ കടത്തിൻ്റെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള വേസ്റ്റുകൾ തള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ പോലും ഇല്ല. ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വ്യാപകമായിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ പുറമെന്ന് വരുന്ന ആൾക്കാർ അതിൽ കൊടുന്ന് വേസ്റ്റ് ബിന്നിൽ നിറക്കിയാണ് വേസ്റ്റുകൾ. അതിലെന്തൊക്കെ വേസ്റ്റുകൾ ഇടുന്നുള്ളത് യാതൊരു അറിവുമില്ല. അതിൻ്റെ മൂടികളെല്ലാം തകർത്ത് അവിടെ കിടന്ന് അവിടെ കാക്കകളും നായ്ക്കളും തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം വളരെ ശക്തമായ രീതിയിലുള്ള അതിൻ്റെ നിയമ നടപടികളും ഉള്ള ക്യാമറകളും സ്ഥാപിച്ച് നാടിൻ്റെ സുരക്ഷിതത്തിലേക്ക് എത്തിക്കണമെന്നാണ് BJP. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് എന്ന ബസിന്റെ മുൻവശത്തെ ഇടത് ചക്രമാണ് രാവിലെ 6ഓടെ ഊരി വീണത്. സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ് പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്താൻ പോകുമ്പോഴായിരുന്നു അപകടം. യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചവരെ ബസ് നടുറോഡിൽ നിന്ന് എടുത്തു മാറ്റാനായില്ല. ഇതേ തുടർന്ന് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയെല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. CPM പ്രവർത്തകനായ വടക്കേക്കാട് ചൂതംകുളം മാമ്പറ്റ വീട്ടിൽ 44 വയസ്സുള്ള ബാബുമോനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് വാരിയെല്ലുകൾ അടിച്ചു തകർത്ത കേസിലാണ് SDPI പ്രവർത്തകരായ വടക്കേക്കാട് അണ്ടത്ത് പറമ്പ് 27 വയസ്സുള്ള റംസുദ്ദീനെയും പെരിഞ്ചേരി 29 വയസ്സുള്ള നബീലിനെയും
ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. 2019 കപ്ലേങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് റംസുദ്ദീൻ ഉൾപ്പെടെയുള്ള SDPI പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷെഫീർ എന്ന ചെറുപ്പക്കാരനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളാണ്. അന്ന് വയറിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെഫീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ കേസിൽ ദൃക്സാക്ഷിയായിരുന്ന ബാബുമോൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ വിരോധത്തിലാണ് പ്രതികൾ ബാബുമോനെ ആക്രമിച്ചത്. ഷെഫീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കുകയാണ്. വടക്കേകാട് പോലീസ് സ്റ്റേഷൻ SI ആയിരുന്ന PR രാജീവാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ചാവക്കാട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ പ്രോസിക്യൂഷനുവേണ്ടി ഹാജരായി. ASI PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. നെല്ലിവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന വിളക്കാചാരം ആരംഭിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, മേളം, നാദസ്വരം എന്നിവയുണ്ടായി. വൈകുന്നേരം ദീപാരാധന, അത്താഴപൂജ, വിളക്ക് എഴുന്നള്ളിപ്പും എന്നിവയും നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കൊമ്പൻ കൊളക്കാട് ശിവപ്രസാദ് തിടമ്പേറ്റി. തുടർന്ന് മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക് പ്രദക്ഷിണം എന്നിവയുണ്ടായി. ഗണേഷ് ട്രാവൽസ് ചെന്നൈ ആണ് ആദ്യ വിളക്കാചാരം ഭഗവാന് സമർപ്പിച്ചത്. ഏകാദശി വരെ 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കുടക്കുടി ചന്ദനംകാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടന്നു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, അയ്യപ്പൻ വാവർ സംവാദം എന്നിവയുണ്ടായി. ചിറമനേങ്കാട് വാസുണ്ണി സ്വാമിയും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. ലഹരിയാണ് കലാകാരന്മാർക്ക് ഭാവന നൽകുന്നതെന്ന ചിന്താഗതി ഉപേക്ഷിക്കണമെന്ന് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 51 വയസ്സിനിടയിൽ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതെയാണ് ഈ രംഗത്ത് ശോഭിച്ചത്. കലയായിരിക്കണം ജീവിതത്തിലെ ലഹരി. കലാകാരന്മാർക്ക് സർക്കാർ സഹായം ഉറപ്പാക്കണം. നഗരസഭകളും പഞ്ചായത്തുകളും പരിധിയിലുള്ള കലാകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യമിടണമെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. LKG മുതൽ കോളേജ് തലം വരെയുള്ള 3500ഓളം വിദ്യാർത്ഥികളാണ് ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, കോർഡിനേറ്റർ ബാബു M. വർഗീസ്, MR സുരേന്ദ്രൻ, ഡോക്ടർ ഹരിഭാസ്കർ, അജിത രഘു, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്തിനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ACP CR സന്തോഷ് നിർവഹിച്ചു. ഇന്ന് രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനായി. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും രൂപമെഴുന്നള്ളിപ്പും യൂണിറ്റുകളിലേക്കുള്ള അമ്പവാള എഴുന്നള്ളിപ്പും നടത്തി. തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരിവിതരണവും നടത്തി. വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് പള്ളിയിൽ അമ്പ് വള സമാപനം നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും. ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും. വാർത്തയിലേക്ക്. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് 29ാമത് മുഴുവൻ വിളക്കിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ അകമല രഞ്ജിത് സ്വാമിയുടെ നേതൃത്വത്തിൽ അന്നദാന പന്തലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷം 10:30-നാണ് അന്നദാനം ആരംഭിച്ചത്. 3 ജില്ലകളിൽ നിന്നായി ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് പേർ അന്നദാനത്തിൽ പങ്കെടുത്തു. 5 മണിക്കൂർ എടുത്താണ് ഉച്ചയ്ക്കുള്ള അന്നദാനം പൂർത്തിയാക്കിയത്. പാചക വിദഗ്ധൻ കവുക്കോട് കുന്നത്തെ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. 10,000-ലധികം ഭക്തർക്കായി പുളിയിഞ്ചി ഉപ്പേരി, അച്ചാർ, അവിൽ, എരിശ്ശേരി, രസം, സാമ്പാർ, പപ്പടം, പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ഒരുക്കിയത്. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി KK ഭാസ്കരൻ, ട്രഷറർ അമൃതചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25-അംഗ കമ്മിറ്റി നേതൃത്വം നൽകി.
10 ആള്. അതില് മെയിനായിട്ട് കുട്ടേട്ടൻ എന്ന് പറയും, അതിന് നമ്മുടെ കയ്യാള്, നമ്മുടെ കാർന്നൽ തന്നെയാണ്. പിന്നെ ശിവേട്ടൻ, മുരളിയേട്ടൻ, പിന്നെ ദിനേശൻ, പിന്നെ മോഹനൻ, പിന്നെ സുന്ദരൻ, അങ്ങനെയൊക്കെയാണ് അത്ര ആൾക്കാര്. അതിൽ കൃത്യം 10:30 നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങി. പിന്നെ ബൊഫേ പരിപാടി അപ്പം തന്നെ തുടങ്ങി. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാളികപ്പുറം അയ്യപ്പന്മാർക്ക് വേറെ സെപ്പറേറ്റ് ലൈൻ കൊടുക്കും. മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് തുടക്കമായത്. വൈകിട്ട് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുത്തഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ താലം, നാദസ്വരം, പഞ്ചവാദ്യം, കാവടി, രഥം, ഉടുക്കുപാട്ടോടും കൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിലെത്തി. കാലടി ശങ്കരഭജൻസിന്റെ ഭജനയുമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AK ജനാർദ്ദനൻ, KV രാമചന്ദ്രൻ, കരിമ്പാച്ചൻ നാരായണൻ, സേതുമാധവൻ, സുബ്രഹ്മണ്യൻ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായിരുന്നു. വെളുത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് സ്പോർട്സ് മീറ്റ് ജൂനിയർ അത്ലറ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുജിത്ത് A. ചന്ദ്രൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. UKG വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം വിഷ്ണുജിത്ത് പതാക ഉയർത്തി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഹൌസ് ക്യാപ്റ്റന്മാരിൽ നിന്നും വിവിധ ഹൌസുകളുടെ പതാകകൾ സ്വീകരിച്ചു. UKG വിദ്യാർത്ഥിനി ദിയ R. നായർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ചിയർ ഡാൻസ്, മാസ് ഡ്രിൽ, സൂംബ എക്സൈസ് എന്നിവയും അവതരിപ്പിച്ചു. വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരായ VP രമാദേവി, KV സരിത എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തിരികെ എന്ന പരിപാടിയുടെ ഭാഗമായി അക്കിക്കാവ് ദീനബന്ധു വൃദ്ധസദനം സന്ദർശിച്ചു. ദീനബന്ധു മിഷൻ ഡയറക്ടർ ഫാദർ ലിനു ജോർജ് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. NSS മീഡിയ ലീഡർ KA ആര്യ അവതാരികയായി. വളണ്ടിയർമാരായ ഹർഷ സ്വാഗതവും അൻസില ഫാത്തിമ നന്ദിയും പറഞ്ഞു. ഗായത്രി ബാബു, റാസിഖ് മുഹമ്മദ്, ഫാത്തിമ ഹന്ന, ഇമ്മാനുവൽ, അഭിനവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തേവാസികളുമായി സംവദിച്ച കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. ചരമം ചിറക്കൽ ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടി മകൻ അബ്രഹാം നിര്യാതനായി. 69 വയസ്സായിരുന്നു. കാട്ടുകാമ്പാൽ പള്ളി മുൻ ട്രസ്റ്റിയും ഇപ്പോഴത്തെ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ്. സംസ്കാരം കാട്ടുകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ജൂലി ഭാര്യയും വില്യം, നൈസ് എന്നിവർ മക്കളുമാണ്. പിലാക്കാട് വാളനാത്ത് തെക്കൂട്ട് രാമൻ നായർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. റിട്ടയേർഡ് ഹെഡ് പോസ്റ്റ്മാൻ ആയിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. രാധ ഭാര്യയും രജീഷ്, രാജീവ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അരുവായിൽ താമസിക്കുന്ന ചീരൻ പരേതനായ വറീദ് മകൻ ഉണ്ണിമോൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ബെഗ്നാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളി സെമിത്തേരിയിൽ നടത്തും. റെജി ഭാര്യയും റിൻഡു, റിയ, റിമ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി അത്താണിക്കൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസ്. അപകടമുണ്ടായത് ബൈക്കിൽ നിന്ന് തീപ്പൊരി പെട്രോൾ കുപ്പിയിലേക്ക് വീണ് തീ പടർന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച. സംഗീതോത്സവത്തിന് ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ സമാപനമാകും. ഗജരാജൻ കേശവൻ അനുസ്മരണവും ഞായറാഴ്ച നടക്കും. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയെല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. വടക്കേക്കാട് സ്വദേശികളായ റംസുദ്ദീൻ, നബീൽ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.